Good morning, dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ഒരു ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് മീൻ വെക്ടർ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ കമ്പയറിംഗ് ടു മീൻ വെക്ടേഴ്സ് ആ ഒരു ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ യൂണിവേരിയേറ്റ് കേസിലുള്ള 2 സാമ്പിൾ ടി ടെസ്റ്റ് നോക്കും. അതിനുശേഷം നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മൾട്ടിവേരിയേറ്റ് കേസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് മീൻ തമ്മിലുള്ള ആ ഒരു ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് രണ്ട് റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്യും. സോ അതിനായിട്ട് നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്നുള്ള രണ്ട് റാൻഡം സാമ്പിൾസ് കൺസിഡർ ചെയ്തു. ആദ്യത്തെ സാമ്പിൾ എന്ന് പറയുന്നത് y11, y12 എക്സ്ട്രാ y1n1 ആണ്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് μ1, σ1 സ്ക്വയർ ആണ്. അടുത്ത റാൻഡം സാമ്പിൾ y21, y22 എക്സ്ട്രാ y2n2 എന്ന് പറയുന്നതാണ്. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് μ2, σ2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ സാമ്പിളിനകത്ത് n1 എലമെൻസും രണ്ടാമത്തെ സാമ്പിളിനകത്ത് n2 എലമെൻസും ആണുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ രണ്ട് റാൻഡം സാമ്പിളും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും വേരിയൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞെടുക്കുക. അതായത് σ1 സ്ക്വയറും σ2 സ്ക്വയറും ഈക്വൽ ആണ്. അതിനെ നമ്മൾ σ സ്ക്വയർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് σ സ്ക്വയർ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള ഒരു വേരിയൻസ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസും ഈക്വൽ വേരിയൻസും കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ സാമ്പിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ ഈ ഈക്വാലിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ ഈ രണ്ട് സാമ്പിളിൻ്റെയും y1 ബാറും y2 ബാറും കൺസിഡർ ചെയ്യും. അതിനുശേഷം നമ്മൾ സം ഓഫ് സ്ക്വയർ ഓഫ് ഫസ്റ്റ് സാമ്പിളും സം ഓഫ് സ്ക്വയർ ഓഫ് സെക്കൻഡ് സാമ്പിളും കാണും. സം ഓഫ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, ഓരോ എലമെൻസിൽ നിന്നും അതിൻ്റെ കറസ്പോണ്ടിങ് മീൻ കുറച്ചിട്ട് അതിനെ സ്ക്വയർ ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ സം ചെയ്യുന്നതാണ് സം ഓഫ് സ്ക്വയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാമ്പിളിൻ്റെ സം ഓഫ് സ്ക്വയർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് n1 - 1 ഇൻറ്റു s1 സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അതുപോലെ രണ്ടാമത്തെ സാമ്പിളിൻ്റെ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് n2 - 1 ഇൻറ്റു s2 സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. സോ നമ്മൾ രണ്ട് സാമ്പിളിൻ്റെയും സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പൂൾഡ് വേരിയൻസ് കണ്ടുപിടിക്കും. പൂൾഡ് വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രണ്ട് സാമ്പിളിനും കോമൺ ആയിട്ടുള്ള ആ ഒരു വേരിയൻസിനെയാണ്. ആ രണ്ട് വേരിയൻസ് കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ വേരിയൻസ് ആക്കി മാറ്റുന്നതിന് പൂൾഡ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പൂൾഡ് വേരിയൻസ് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ SPL എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. SPL സ്ക്വയർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഒരു പൂൾഡ് വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഓഫ് ഫസ്റ്റ് സാമ്പിൾ പ്ലസ് സം ഓഫ് സ്ക്വയർ ഓഫ് സെക്കൻഡ് സാമ്പിൾ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 - 2 എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. SS1 എത്രയാണ്, n1 - 1 ഇൻറ്റു s1 സ്ക്വയർ. SS2 എന്ന് പറയുന്നത് n2 - 1 ഇൻറ്റു s2 സ്ക്വയർ. അതിനുശേഷം നമ്മൾ n1 പ്ലസ് n2 - 2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു n1 പ്ലസ് n2 - 2 നമുക്ക് എങ്ങനെ കിട്ടുന്നത്, ആ ന്യൂമറേറ്ററിലുള്ള n1 - 1 പ്ലസ് n2 - 1 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് n1 പ്ലസ് n2 - 2 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ SPL സ്ക്വയർ, അതായത് ഈ ഒരു പൂൾഡ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ വേരിയൻസ് ആയ സിഗ്മ സ്ക്വയറിൻ്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്ടേഷൻ ഓഫ് SPL സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യുകയാണ്. H0 μ1 ഈക്വൽ ടു μ2 വേഴ്സസ് H1 μ1 നോട്ട് ഈക്വൽ ടു μ2. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. നമ്മുടെ ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു y1 ബാർ മൈനസ് y2 ബാർ ഡിവൈഡ് ബൈ SPL ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക്. ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. H0 ട്രൂ ആണെങ്കിൽ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 പ്ലസ് n2 - 2 ആയിരിക്കും. ഇനി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നോക്കുന്നത് എങ്ങനെയാണ്, ഈ കണ്ടുപിടിച്ച ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ടേബിൾ വാല്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് α/2ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 പ്ലസ് n2 - 2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് കമ്പയർ ചെയ്യും. ഈ ഒരു ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഈ ഒരു ഇക്വേഷനാണ് ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡിനോമിനേറ്റർ ടേം ഉണ്ടല്ലോ, SPL ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്നുള്ളത്. ഈ ഒരു y1 ബാർ മൈനസ് y2 ബാർ എന്നുള്ള ആ ഒരു ടേമിൻ്റെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു y1 ബാർ മൈനസ് y2 ബാറിൻ്റെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേമിനെ നമുക്ക് y1 ബാർ മൈനസ് y2 ബാറിൻ്റെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതും, സിഗ്മ ഓഫ് y1 ബാർ മൈനസ് y2 ബാർ അതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് y1 ബാർ മൈനസ് y2 ബാർ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ റൂട്ടാണ്. സോ നമ്മളതങ്ങനെ എഴുതി. അതിനുശേഷം നമുക്കിതെങ്ങനെ കിട്ടി, ഈ ഒരു വേരിയൻസ് ഓഫ് y1 ബാർ മൈനസ് y2 ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, മീനിൻ്റെ കേസിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, σ/√n ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, σ1 സ്ക്വയർ ബൈ n1 പ്ലസ് σ2 സ്ക്വയർ ബൈ n2 എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നമ്മൾ വേരിയൻസിൻ്റെ ടേംസിൽ എഴുതിയേക്കുന്നത്.
അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ n2 എന്ന് പറഞ്ഞ് കിട്ടി. കാരണം എന്താ, ഈ ഒരു കേസിൽ സിഗ്മ 1 സ്ക്വയറും സിഗ്മ 2 സ്ക്വയറും സെയിമാണ്. കാരണം നമ്മൾ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2 എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ ടു സിഗ്മ. സോ നമ്മൾ ഈ ഒരു സിഗ്മ 1ഉം സിഗ്മ 2ന് പകരം സിഗ്മ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സിഗ്മ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് യൂണിവേരിയേറ്റ് കേസിൽ ഇക്വാലിറ്റി ഓഫ് ടു മീൻസ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ മൾട്ടിവേരിയേറ്റ് കേസിൽ എന്താ ചെയ്യുന്നത് നോക്കാം. മൾട്ടിവേരിയേറ്റ് കേസിൽ നമ്മൾ എടുക്കുന്ന നൾ ഹൈപ്പോത്തീസിസ് എന്താ, h0 μ1 ഈക്വൽ ടു μ2 വേഴ്സസ് h1 μ1 നോട്ട് ഈക്വൽ ടു μ2 എന്ന് പറഞ്ഞെടുത്തു. നമ്മൾ രണ്ട് റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് റാൻഡം സാമ്പിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് μ1 സിഗ്മ 1ൽ നിന്നും, രണ്ടാമത്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് μ2 സിഗ്മ 2 എന്ന് പറഞ്ഞെടുത്തു. യൂണിവേരിയേറ്റ് കേസിലെടുത്ത പോലെ തന്നെ ഈ രണ്ട് സാമ്പിളും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞെടുത്തു. അതിനുശേഷം ഈ രണ്ട് പേരുടെയും കോവേരിയൻസ് മാട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞെടുത്തു. അതായത് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ സിഗ്മ എന്ന് പറയുന്ന മാട്രിക്സ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ സിഗ്മയുടെ ഇക്വാലിറ്റിയും നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ടി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ ഈ രണ്ട് സാമ്പിൾ വെക്ടേഴ്സിൻ്റെ മീൻ കണ്ടുപിടിക്കുകയാണ്. y1 ബാറും കണ്ടുപിടിച്ചു, അതിനുശേഷം y2 ബാറും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ വിഷ ഡിസ്ട്രിബ്യൂഷൻ, അതായത് W1 ആൻഡ് W2 ഈ രണ്ട് മെട്രിക്സിനും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ഒരു W1 നമുക്ക് എങ്ങനെ കിട്ടുന്നത്, സമ്മേഷൻ i is equal to 1 to n1 yi1 മൈനസ് y1 ബാർ ഇൻറ്റു yi1 മൈനസ് y1 ബാർ ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, n1 മൈനസ് 1 ഇൻറ്റു s1 എന്ന് പറഞ്ഞ് എഴുതാം. അതുപോലെ W2 കണ്ടുപിടിച്ചു, അത് നമുക്ക് n2 മൈനസ് 1 ഇൻറ്റു s2 എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ ഈ n1 മൈനസ് 1 ഇൻറ്റു എസ് എന്ന് പറയുന്നത് n1 മൈനസ് 1 ഇൻറ്റു സിഗ്മയുടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതുപോലെ n2 മൈനസ് 1 ഇൻറ്റു s2 എന്ന് പറയുന്നത് n2 മൈനസ് 1 ഇൻറ്റു സിഗ്മയുടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ ആണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് സാമ്പിളിൻ്റെയും കൂടെ വേരിയൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പൂൾഡ് കോവേരിയൻസ് മെട്രിക്സ് എടുക്കുന്നു. ആ ഒരു പൂൾഡ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോപ്പുലേഷൻ കോവേരിയൻസ് മെട്രിക്സ് ആയ സിഗ്മയുടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പൂൾഡ് വേരിയൻസ് എങ്ങനെ കിട്ടുന്നത്, 1/n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു W1 പ്ലസ് W2 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. നമ്മൾ W1ന് പകരം n1 മൈനസ് 1 ഇൻറ്റു s1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. W2ന് പകരം n2 മൈനസ് 1 ഇൻറ്റു s2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു പൂൾഡ് വേരിയൻസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. സോ എക്സ്പെക്ടേഷൻ ഓഫ് SPL എന്ന് പറയുന്നതായിരിക്കും സിഗ്മ എന്ന് പറയുന്നത്. യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എടുത്തിട്ടുള്ള ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, n1 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ ഇൻറ്റു SPL സ്ക്വയർ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ ടി ഡിസ്ട്രിബ്യൂഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു y1 ബാർ മൈനസ് y2 ബാർ ഡിവൈഡ് ബൈ SPL ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 എന്നുള്ളതാണ്. ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. n1 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ ഇൻറ്റു SPL സ്ക്വയർ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. യൂണിവേരിയേറ്റ് കേസിലുള്ള ടി സ്ക്വയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പി വേരിയബിൾസ് ഉള്ള കേസിൽ ഇതിനെ ജനറലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു y1 ബാർ മൈനസ് y2 ബാറിന് പകരമായിട്ട് മെട്രിക്സ് ഓഫ് y1 ബാർ മൈനസ് y2 ബാറും അതുപോലെ SPL സ്ക്വയറിന് പകരം നമുക്ക് മെട്രിക്സ് XPLും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു n1 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ ഡാഷ് ഇൻറ്റു SPL ഇൻവേഴ്സ് ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. h0 ട്രൂ ആയിരിക്കുന്ന കേസിൽ ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഹോട്ട്ലിങ്സ് ടി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് p, n1 പ്ലസ് n2 മൈനസ് 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് സാമ്പിളിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഹോട്ട്ലിങ്സ് ടി സ്ക്വയർ ടേബിൾ വെച്ചിട്ട് ഈ ഒരു ടേബിൾ വാല്യൂ കൂടെ അനലൈസ് ചെയ്യും. ഈ രണ്ട് വാല്യൂ കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് y1 ബാറും y2 ബാറും തമ്മിലുള്ള ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡിസ്റ്റൻസിനെയും കൂടെ മെഷർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇവിടെ ടി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, y1 ബാർ മൈനസ് y2 ബാർ ഡാഷ് ഇൻറ്റു ഈ n1 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2 SP ഇൻവേഴ്സും കൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. സോ 1/n1 പ്ലസ് 1/n2 ഇൻറ്റു SPL ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y1 ബാർ മൈനസ് y2 ബാർ എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു 1/n1 പ്ലസ് 1/n2 SPL അതായത് ഈ ഒരു ടേം എന്ന് പറയുന്നത് y1 ബാർ മൈനസ് y2 ബാറിൻ്റെ സാമ്പിൾ കോവേരിയൻസ് മെട്രിക്സിനെ കാണിക്കുന്നതാണ്.
അതുമാത്രമല്ല ഈ ഒരു SPLും y1 ബാർ മൈനസ് y2 ബാറും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇവർ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളതാണ്. സോ ഈ രണ്ട് ടേം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ടി സ്ക്വയർ എന്ന് പറയുന്നത് y1 ബാറും y2 ബാറും തമ്മിലുള്ള ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡിസ്റ്റൻസിനെ കാണിക്കുന്ന ഒരു മെഷർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു 2 സാമ്പിൾ ടി സ്ക്വയർ ടെസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുകയാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് n1 പ്ലസ് n2 മൈനസ് 2 പീനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ SPL എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആയിട്ട് കിട്ടത്തുള്ളൂ. നോൺ സിംഗുലർ അല്ലെങ്കിൽ എന്താ പറ്റുന്നത്, ഈ ഒരു ടേമിൽ ഡിനോമിനേറ്റഡ് ടേം സീറോ മെട്രിക്സ് ആവും. സോ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് n1 പ്ലസ് n2 മൈനസ് 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ p ആയിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ, ദ സ്റ്റാറ്റിസ്റ്റിക് ടി സ്ക്വയർ ഇസ് ഓഫ് കോഴ്സ് എ സ്കെയിലാർ. The 3p plus p into p minus 1 divided by 2 quantities in y1 bar, y2 bar and SPL have been reduced to a single scale on which t square is large if the sample evidences favors h1 for mu1 not equal to mu2 and small if the evidence supports h0 mu1 equal to mu2. We reject h0 if the standardized distance between y1 bar and y2 bar is large. ഇവിടെ നമ്മൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. y1 ബാറും y2 ബാറും SPL ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3p പ്ലസ് p ഇൻറ്റു p മൈനസ് 1 ഡിവൈഡ് ബൈ 2 ക്വാണ്ടിറ്റീസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സ്കെയിലിലേക്ക് മാറ്റുമായി ടി സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ ടി സ്ക്വയർ ലാർജ് ആകുക എന്ന് വെച്ചാൽ എന്താ, ടി സ്ക്വയർ ലാർജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു y1 ബാറും y2 ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാവുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ h0 എന്ന് പറയുന്നതിനെ റിജക്റ്റ് ചെയ്യും. h0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ h1 അക്സെപ്റ്റ് ചെയ്യും. അതായത് h1 mu1 നോട്ട് ഈക്വൽ ടു mu2 എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിൻസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ടി സ്ക്വയർ ഈസ് 0 ആൻഡ് ദർ ഇസ് നോ അപ്പർ ലിമിറ്റ് ദ ഡെൻസിറ്റി ഈസ് സ്ക്യൂഡ്. ഇൻ ഫാക്ട് ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എഫ് വിച്ച് ഈസ് എ വെൽ നോൺ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ടി സ്ക്വയറിൻ്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ടി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അത് മാത്രമല്ല ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. Fourth one, for degrees of freedom of t square we have n1 plus n2 minus 2 which is same as for the corresponding univariate t statistic. അപ്പോൾ യൂണിവേരിയറ്റ് ടി സ്റ്റാറ്റിസ്റ്റിക്കിൽ എങ്ങനെയാണോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു മൾട്ടിവേരിയറ്റ് കേസിലും ടി സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് h1 mu1 not equal to mu2 is two-sided. Critical region t square greater than t square alpha is one-tailed. However, as is typical of many univariate tests. ഇവിടെ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ മിക്ക മൾട്ടിവേരിയറ്റ് ടെസ്റ്റിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടി സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ഒരു വൺ ടൈൽഡ് ടെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു മൾട്ടിവേരിയറ്റ് ടെസ്റ്റിൽ മിക്കപ്പോഴും നമ്മൾ ടു സൈഡഡ് ആൾട്ടർനേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിലും മിക്ക കേസിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ വൺ ടൈൽഡ് ടെസ്റ്റിൻ്റെ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി സിക്സ്ത് വൺ, ദ ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി റെഡിലി ട്രാൻസ്ഫോം ടു എഫ് സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് n1 plus n2 minus p minus 1 divided by n1 plus n2 minus 2 into p into t square that is equal to f with p comma n1 plus n2 minus p minus 1. ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമുക്ക് എഫ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് മാറ്റണമെങ്കിൽ ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡയമെൻഷനാണ് പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പി ആയിരിക്കും എഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കേസിൽ ഫസ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റ് നോക്കാം. The maximum likelihood approach to estimation was introduced before. As noted there, the likelihood function is the joint density of y1, y2, etc. yn. The value of the parameters that maximizes the likelihood function are the maximum likelihood estimators. എസ്റ്റിമേഷൻ്റെ കേസിൽ മാക്സിമം ലൈക്ലിഹുഡ് അപ്രോച്ച് എന്താണെന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ കണ്ടതാണ്. ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. y1, y2, etc.ynൻ്റെ ഒരു ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. പാരാമീറ്ററിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുകൊണ്ട് വിളിക്കുന്നത്. ദ ലൈക്ലിഹുഡ് റേഷ്യോ മെത്തേഡ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ യൂസസ് ദ റേഷ്യോ ഓഫ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അസ്യൂമിങ് h0 is true to the maximum under h1 which is essentially unrestricted. Likelihood ratio tests usually have good power and sometimes have optimal power over a wide class of alternatives. ഈ ഒരു ലൈക്ലിഹുഡ് റേഷ്യോ മെത്തേഡിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള h0 എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ നടത്തുന്നത്. പിന്നെ ഈ ഒരു ലൈക്ലിഹുഡ് റേഷ്യോ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റിനകത്ത് പവർ നല്ല കൂടുതലായിരിക്കും. പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് h0നെ കറക്റ്റായിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. When applied to multivariate normal samples and h0 mu1 equal to mu2, the likelihood ratio approach leads directly to the Hoteling's t-square test. Similarly, in the one sample case, the t-square
statistic is a likelihood ratio test. Thus, the t-square test, which we introduced rather informally, is the best test according to certain criteria. അപ്പോൾ നമ്മൾ മൾട്ടിവേരിയറ്റ് നോർമൽ സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ലൈക്ലിഹുഡ് റേഷ്യോ അപ്രോച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഹോട്ട്ലിങ്സ് ടി സ്ക്വയർ ടെസ്റ്റാണ് കാണിക്കുന്നത്. അതുപോലെ വൺ സാമ്പിൾ കേസിൽ ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് റേഷ്യോ ടെസ്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പല സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടെസ്റ്റാണ് ഈ ഒരു ടി സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് കണ്ട് ഇക്വാലിറ്റി ഓഫ് ടു മീൻസ് ചെക്ക് ചെയ്യാനുള്ള മൾട്ടിവേരിയറ്റ് കേസിലുള്ള ടെസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് ടോപ്പിക്ക് വീതേ നമ്മൾ ഓരോ ക്ലാസ്സിലും കവർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്